ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ആദ്യം തന്നെ കണ്ടിട്ട് മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യണേ, ഇതിൻ്റെ പേരെന്താണെന്ന്. ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഒരു ബൗൾ മൈദ, ഗ്ലാസ് വെള്ളവും ഒരു കോഴിമുട്ടയും ഇത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എന്ത് ചെയ്തു, മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തു. മിക്സിയിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഈ മാവ് കൊണ്ട് മൈദ ദോശ പോലെ ഉണ്ടാക്കാനുള്ള ബാറ്ററാണിത്. ഈ മാവ് കൊണ്ട് നമ്മൾ ദോശ ചുട്ടെടുത്തു. ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുത്തു, നൈസായിട്ട് ചുട്ടെടുത്തു. അങ്ങനെ എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. 10 ദോശയാണ് ഉള്ളത്, നൈസായിട്ട് ഈ ഒരു കനത്തിൽ. നമ്മൾ ഏത് പാത്രത്തിലാണോ പാൽപ്പത്തിരി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൻ്റെയൊക്കെ ഒരു വട്ടം വലിപ്പം നോക്കി. ഇനിയിപ്പോൾ അതിലേക്ക് 2 കോഴിമുട്ട, 1 ഗ്ലാസ് പാല്, 1 ബൗൾ പഞ്ചസാര എന്നിവ ചേർത്ത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തു. അതിൽ ദോശ മുക്കാനുള്ള ബാറ്ററിന് വേണ്ടിയാണ് പാൽപ്പത്തിരി എന്നല്ല പറയുന്നത്. അപ്പോൾ പാലും മുട്ടയും കൂടി അടിച്ചിട്ട് നമ്മളതിലാണ് മുക്കിയെടുക്കുന്നത്. ഞാനിതിൽ ഒരു ഫ്ലേവറിന് വേണ്ടി 3 ഏലക്കയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിപ്പം ദോശ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് അത് മുക്കാനുള്ള ബാറ്ററും റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിനി ഓരോന്നായിട്ട് മുക്കിയിട്ട് ലെയർ ചെയ്തെടുക്കാം. ഞാനിത് സെറ്റാക്കാൻ വേണ്ടി ഈ ഒരു ടൈപ്പ് പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഒരു ചുവട് കട്ടിയുള്ള, അത്യാവശ്യം വീതിയുണ്ട്, കുഴിവുള്ള പാത്രം. ഇനിയിപ്പം നമുക്ക് ഈ ഇനിയിപ്പോൾ ഓരോ ചുട്ട് വെച്ചിരിക്കുന്ന ദോശ അല്ലെങ്കിൽ പത്തിരി എന്നും പറയാം, ദോശ നമുക്ക് ഈ പാലും മുട്ടയുള്ള മിക്സിലോട്ട് ഓരോന്നായിട്ട് മുക്കിയെടുത്ത് നല്ലപോലെ മുക്കിയെടുക്കണം. നമുക്ക് ഈ പാത്രത്തിലോട്ട് ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് പാൽപ്പത്തിരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. അത്യാവശ്യം സാധനങ്ങൾ മതിയല്ലോ, അതായത് എല്ലാം വീട്ടിലുണ്ടാവുന്ന സാധനം തന്നെയാണ്. നമുക്ക് നോമ്പിനാണെങ്കിലും ഗസ്റ്റിനാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് പാൽപ്പത്തിരി. ഞാൻ എപ്പോഴും ഉണ്ടാക്കണം എന്ന് വിചാരിക്കും, പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിപ്പം ഞാൻ ബാക്കിയുള്ള മിക്സ് ഇതിൻ്റെ മുകളിലോട്ട്, പാലും മുട്ടയുള്ള മിക്സ് ഇതിൻ്റെ മുകളിലോട്ടും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടി മുന്തിരി, അണ്ടിപ്പരിപ്പ്, പിന്നെ ബദാം, എന്തെങ്കിലും ചെറി എന്ത് വേണേലും നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇവിടെ മുന്തിരി ഉണ്ടായി, അപ്പം ഞാനതൊന്ന് ഇട്ട് കൊടുത്ത് അടുപ്പത്തോട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്രൈ പാനോ ഒരു മൂടിയോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലോ ഫ്ലെയിം, നല്ലോണം തീ കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞ് നമുക്കതൊന്ന് തിരിച്ചിട്ടിട്ട് വീണ്ടും ഒന്ന് ഇപ്പുറം ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുത്താൽ, വേവാനൊന്നുമില്ല, ദോശയൊക്കെ വെന്തതാണ്. ആ മുട്ടയുടെ ഇതൊന്ന് സെറ്റായി വരാൻ മാത്രമുള്ള ടൈം മതി. ഒരു 15 മിനിറ്റ് കൊണ്ട് റെഡിയാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യണേ. ഞാൻ ഇങ്ങനെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പാൽപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ പാനിലോട്ട് തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കണം. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടും
എരിയോരേ